ഈ നവകേരള ബസ് എവിടെയാണെന്ന് പ്രേക്ഷകർ ചിലരെങ്കിലും കുറച്ച് കാലമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. നവകേരള ബസ് ഒരു രൂപമാറ്റം സംഭവിച്ച് അങ്ങനെയാണ് നവകേരള ബസ് തന്നെയാവുന്നത്. പിന്നീട് അത് വീണ്ടും രൂപമാറ്റം സംഭവിച്ചു, ഒരു പ്രീമിയർ ബസ്സായി. വീണ്ടും അതൊരു രൂപപരിണാമം സംഭവിച്ചു, വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മൂന്നാമത്തെ തവണ രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. 11 സീറ്റുകൾ കൂടി ചേർത്തതോടെ ആകെ 37 സീറ്റുകളായി. ബസ്സിലെ ശൗചാലയം നിലനിർത്തിയിട്ടുണ്ട്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കും. എ കെ അഭിലാഷ് ചേരും കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, ബസ്സിന്റെ അടുത്താണോ ഇപ്പോൾ അഭിലാഷ് ഉള്ളത്? ഗുഡ് മോർണിംഗ് അഭിലാഷ്. ബസ്സിൻ്റെ അടുത്തല്ല, ബസ് ഇപ്പോൾ ഡിപ്പോയ്ക്കകത്താണ്. അടുത്ത ദിവസങ്ങൾ തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് 3 പ്രാവശ്യം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയ ബസ് ഇനിയെങ്കിലും നിരത്തിലൂടെ ശരിയായ രീതിയിൽ ഓടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ അതിൽ രൂപമാറ്റം വരുത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും വിവാദമായ എസ്കവേറ്റർ സംവിധാനം എടുത്തു മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പിൻഡോർ മാറ്റിയിട്ടുണ്ട്. ഏതായാലും 26 സീറ്റുകളായിരുന്നു ബസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അത് ലക്ഷറി സീറ്റുകളായിരുന്നു. ഇപ്പോഴത് മാറ്റി 37 പുഷ് ബാക്ക് സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ വാഹനം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ 1280 രൂപയായിരുന്നു ഈ ബസ്സിൻ്റെ നിരക്കായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 930 രൂപയാണ് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈടാക്കിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിരക്ക് കുറച്ചിരിക്കുന്നു. നേരത്തെ ഗരുഡ പ്രീമിയം വാഹനമായിട്ടായിരുന്നു ഈ ബസ് ഓടിയത്. അതേ പ്രീമിയം വാഹനമായിട്ട് തന്നെയാണ് ഓടുന്നതെന്നാണ് ഇപ്പോൾ നമ്മെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിരക്ക് കുറച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാദങ്ങൾക്ക് ഇനി എന്തെങ്കിലും ശമനം ഉണ്ടാകുമോ എന്നാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നാമത്തേത് ഈ ബസ്സിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ സമയവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ സമയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടുകൊണ്ട് തന്നെ ആളുകൾ ഈ ബസ്സിൽ കയറാതിരുന്നതോടുകൂടിയാണ് ഈ ബസ് കട്ടപ്പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. കാരണം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 4 മണിയോടുകൂടി ബസ് ഇവിടുന്ന് എടുക്കുന്നു. അതോടൊപ്പം തന്നെ 3:30 തന്നെ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആളുകൾക്ക് ഗുണകരമായിരുന്ന ഒരു സമയത്തായിരുന്നില്ലേ ബസ്സിൻ്റെ സർവീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് 5 മണിക്ക് ശേഷമെങ്കിലും ഈ ബസ് രാവിലെ സർവീസ് ആരംഭിച്ചാൽ കൂടുതൽ ആളുകൾ മലയോരത്തിനടക്കമുള്ള ആളുകൾക്ക് ഈ ബസ്സിൽ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അത്രയൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 5 മണിയോട് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ വാഹനം എടുക്കുന്നതെങ്കിൽ കൂടുതൽ ആളുകൾക്ക്, അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് ഈ വാഹനത്തിൽ കോഴിക്കോട്ടേക്ക് എത്താനുള്ള ഒരു സൗകര്യമുണ്ടാകും. അത്തരത്തിലൊരു ആവശ്യം ഏതായാലും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വിവാദമായിരിക്കുന്ന ബസ് വീണ്ടും പുനർനിർമ്മിച്ചതിന് ശേഷം ഇപ്പോൾ നിരത്തിലേക്ക് വരികയാണ്. കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകും. ചാർജ് ഇപ്പോൾ 930 രൂപയാണ് ഇന്നലെ ഈടാക്കിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളും ഒരു പക്ഷേ അതേ ചാർജിൽ തന്നെയായിരിക്കും ബസ് ഓടുക എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഓക്കെ, നവകേരള ബസ് രക്ഷാപ്രവർത്തനം നടത്തി പുതിയ രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യത്തെ രക്ഷാപ്രവർത്തനം ഏറ്റില്ല, രണ്ടാമത്തെ രക്ഷാപ്രവർത്തനവും ഏറ്റില്ല, മൂന്നാമത്തെ രക്ഷാപ്രവർത്തനം നടത്തി നവകേരള ബസ് എന്തായാലും നമ്മുടെ റൂട്ടിലൂടെ ഓടാൻ പോവുകയാണ്. നല്ല കാര്യം. ആൾക്കാരൊക്കെ ആ വണ്ടിയിൽ കയറി യാത്ര ചെയ്യട്ടെ. കോഴിക്കോട് ബാംഗ്ലൂർ, ബാംഗ്ലൂർ കോഴിക്കോട് എന്നുള്ളത് അത്രയെങ്കിലും KSRTC ബസ്സുകൾ വരുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്.